ഗുഡ് മോർണിംഗ്. അപ്പോൾ അധികം ആരും കാണാത്ത വീക്കിലി ടെക് ന്യൂസ് സെഗ്മെന്റ് ആയിട്ടുള്ള സൺഡേ ടെക് ടൈമിന്റെ 60ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നല്ല മടിയുണ്ട് കേട്ടോ ഈ ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനായിട്ട്. നല്ല തൊണ്ടവേദന, ബോഡി പെയിൻ, ഒരു പനി വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യാന്ന്, ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ്. സോ വളരെ കുറച്ച് ന്യൂസുകളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ ആ വഴിക്ക് പൊക്കോളാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. CES 2025 ഇന്നലെ അവസാനിച്ചിരിക്കുകയാണ്. ജനുവരി 7 മുതൽ 11 വരെയായിരുന്നു. ഒരുപാട് പുതിയ ഇന്നോവേഷൻസ്, റോബോട്ടിക് ടെക്നോളജി, AI, അങ്ങനെ ഒരുപാട് പുതിയ സംഭവങ്ങൾ ആ ഒരു ഷോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ പലതും ഒരു കൊമേഴ്ഷ്യൽ ലെവലിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇനിയും വർഷങ്ങൾ എടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് മാത്രമായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ മിസ്സാക്കിയതാണോ എന്നറിയില്ല, മൊബൈൽ ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടൊന്നും കണ്ടില്ല. ഈ ഒരു ചിപ്പും AI-യും റോബോട്ടിക്കും അങ്ങനെയുള്ളൊരു സെഗ്മെൻ്റാണ് ഏറ്റവും കൂടുതൽ കേട്ടത്. എനിവേ, CES 2025 ഇന്നലെ അവസാനിച്ചു. സാംസങ് ഗാലക്സി S25 സീരീസുകളുടെ ലോഞ്ച് ഡേറ്റ് ജനുവരി 22 ഷെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് 4 ഫോണുകൾ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. സാംസങ് ഗാലക്സി S25, S25 പ്ലസ്, S25 അൾട്ര, അതുകൂടാതെ S25 സ്ലിം. സോ കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. എന്തായാലും ഈ ഒരു സ്ലിം ഒഴികെയുള്ള ബാക്കി 3 വേരിയന്റുകളുടെ ഒഫീഷ്യൽ റെൻഡേഴ്സ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ മൊഡ്യൂളിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ടുള്ളൊരു ചെറിയൊരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല, ചെറിയൊരു ഡിഫറൻസ് അവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ S25 അൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കേർവ് ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രധാന കാര്യം പറഞ്ഞു കേൾക്കുന്നത് പ്രൈസ് ഹൈക്ക് ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏകദേശം 5000 രൂപ മുതൽ 10000 രൂപ വരെ കൂടുതലായിരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ജനുവരി 22 S25 സീരീസുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. iOS 18.2.1 ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് ക്രിട്ടിക്കൽ ബഗ് ഫിക്സസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ എൻ്റെ 16 പ്ലസ്സിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. എന്തായാലും ഒരുപാട് ബാറ്ററി ഡ്രെയിനേജ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് ചെയ്യുക, ഒരു പക്ഷേ സോൾവ് ആയിരിക്കാം. അപ്പോൾ iOS 18.2.1 ലാസ്റ്റ് വീക്ക് ആപ്പിൾ പുഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വൺപ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺപ്ലസ് നോഡ് 4 ഉപയോഗിക്കുന്നവർക്ക് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഓക്സിനോയ്സ് 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലാസ്റ്റ് വീക്ക് വൺപ്ലസ് ഇന്ത്യയിൽ പുഷ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വൺപ്ലസിൻ്റെ നോഡ് 4 ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ധൈര്യമായിട്ട് ചെയ്യാം, കാരണം ഓൾറെഡി ആ ഒരു ഫോൺ വാറണ്ടി പീരീഡിൽ തന്നെയായിരിക്കും, ഇറങ്ങിയിട്ട് ഒരു കൊല്ലം ആയിട്ടില്ല. സോ ഡിസ്പ്ലേ അടിച്ചു പോയാലും വൺപ്ലസ് അത് ഫ്രീ ആയിട്ട് തന്നെ മാറ്റി തരും. എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. UI-ലാണെന്നുണ്ടെങ്കിലും ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് വിസിബിൾ ആണ്. സോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം. വൺപ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺപ്ലസ് 13 ആൻഡ് വൺപ്ലസ് 13R ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ വൺപ്ലസ് 13ന്റെ പ്രൈസ് വരുന്നത് 69,999 രൂപ. വൺപ്ലസ് 13R പ്രൈസ് വരുന്നത് 42,999 രൂപ. ICIC കാർഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3000 രൂപയുടെ കാർഡ് ഓഫർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ വൺപ്ലസ് 13R 40,000 രൂപയ്ക്കും വൺപ്ലസ് 13 65,000 രൂപയ്ക്കൊക്കെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അഡീഷണൽ ഡിസ്കൗണ്ട്, എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയാണ്. ഇതിൽ ഈ വൺപ്ലസ് 13R എന്ന് പറയുന്ന ഫോണുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും പ്രത്യേകിച്ച് അത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ടാണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് കൊടുത്തിട്ടുള്ളത്. സോ മൊത്തത്തിൽ നല്ലതായിട്ട് തോന്നിയത് അതാണ്. ഇനി 13ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ആ ഒരു ഡിസൈനിൽ ഒരു ചേഞ്ചും ഇല്ല. കഴിഞ്ഞ വർഷത്തെ 12 ഒക്കെ പോലെ തന്നെയായിരുന്നു ആ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. പക്ഷെ പ്രൈസ് ഒരു ഇച്ചിരി കൂടിപ്പോയോ എന്ന് തോന്നി. അതൊരു 60,000 രൂപയ്ക്ക് താഴെയൊക്കെ വരേണ്ടതല്ലേ. 10,000 രൂപക്ക് കൂട്ടി വെച്ചിട്ടാണ് അത് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും വൺപ്ലസിൻ്റെ സൈഡിൽ നിന്നുള്ള 2 ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ, 2 അല്ല, ഒരു ഫ്ലാഗ്ഷിപ്പും ഒരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പും ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 16 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി 14 Pro Plus ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 3x ഒപ്റ്റിക്കൽ സൂം ലെൻസ് അടങ്ങുന്ന റിയർ ക്യാമറ സെറ്റപ്പ്, സ്നാപ്ഡ്രാഗൺ 7s Gen 3യുടെ പ്രോസസ്സർ, 6000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഫോണിൽ വരുന്നത്. ആ ഒരു ഫോൺ 16 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലെ കളർ ചേഞ്ച് ആവും എന്നുള്ളത്. അതായത് IP69ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അതിൽ ആ ഒരു കളർ ചേഞ്ച് ആവും എന്ന് പറയുന്ന സംഭവം ഇത്രയ്ക്കധികം അവർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാത്തത്. ഒന്ന് 16 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളം വേണം, അവിടേക്ക് ആരാ പോകുന്നത്? എന്തായാലും വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും റിയൽമി 14 Pro ആൻഡ് 14 Pro Plus ഈ മാസം 16 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൽ ഈ 14 Pro ഉണ്ടല്ലോ, അത് ചൈനയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. 14 Pro Plus മാത്രമാണ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്.
റെഡ്മി 14C എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫോണിന്റെ സ്പെക്കും ഡിസൈനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, കുറച്ച് മുന്നേ ഇറങ്ങിയ റെഡ്മി A4 ആയിട്ട് ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. കാരണം 5160 mAh ബാറ്ററി, 50 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ്, 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. പക്ഷെ പ്രൊസസറിന്റെ കാര്യത്തിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ കിട്ടുന്നത് റെഡ്മി 14 സീരീസിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 4 Gen 2 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏത് തരം 5G നെറ്റ്വർക്കും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ NSA വേണമെന്നോ SA വേണമെന്നോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. സോ അത് മാത്രമാണ് ഒരു ചേഞ്ച് തോന്നിയിട്ടുള്ളത്. ബാക്കി ഡിസൈൻ ആണെങ്കിലും സിമിലർ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിന്റെ പ്രൈസ് കേട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിയത്. 9999 രൂപ. അതായത് 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്ന 5G ഫോണുകളുടെ സെഗ്മെന്റ് ഉണ്ടല്ലോ, അത് നല്ല കട്ടയ്ക്കുള്ള ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കുന്നത്. മോട്ടറോളയുടെ സൈഡിൽ നിന്നുള്ള G35 എന്ന് പറയുന്ന ഫോണിന്റെ വീഡിയോ ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും നല്ല ഫോൺ തന്നെയാണ് കേട്ടോ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസും നല്ല ക്യാമറ റിസൾട്ടൊക്കെ തരുന്ന ഫോൺ തന്നെയാണ്. സോ റെഡ്മി 14C ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഐറ്റൽ എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് 5999 രൂപയ്ക്ക് Zeno 10 എന്ന് പറയുന്ന ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത്. ഈവൻ അതിൽ കൊടുത്തിരിക്കുന്ന പ്രൊസസർ ഏതാണെന്ന് ഉള്ളത് പോലും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നിങ്ങളുടെ ബഡ്ജറ്റ് ഏറ്റവും മിനിമമാണ്, ഏറ്റവും മിനിമം ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലുള്ള ഫോണുകളിലോട്ട് പോവുക. കാരണം ഇത് വാങ്ങിയാൽ മാത്രം പോരല്ലോ, നമുക്കിത് ഉപയോഗിക്കണ്ടേ. ഒരു 6 മാസമെങ്കിലും മിനിമം ഉപയോഗിക്കണ്ടേ. അപ്പോഴേക്കും ഇത് ഹാങ് ആയി നിൽക്കും. എന്തായാലും ഐറ്റലിന്റെ സൈഡിൽ നിന്ന് Zeno 10 എന്ന് പറയുന്ന ഫോൺ 5999 രൂപയ്ക്ക് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ X7 ആൻഡ് X7 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പോക്കോ X7 കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സങ്കടമാണ് തോന്നിയത്. കാരണം റെഡ്മി നോട്ട് 14 Pro എന്ന് പറയുന്ന ഫോണിന്റെ എക്സാക്ട് റീബ്രാൻഡഡ് വേർഷൻ, ഒരു ചേഞ്ചും ഇല്ല. അതിന്റെ ഡിസൈൻ കുറച്ചും കൂടി നന്നാക്കിയിട്ടുണ്ട്, ആ ബാക്ക് ഡിസൈനൊക്കെ. പക്ഷെ റെഡ്മി നോട്ട് 14 പ്രോയുടെ പ്രൈസ് വരുന്നത് 25,000 രൂപ. ഈ ഒരു ഫോണിന്റെ പോക്കോ X7ന്റെ പ്രൈസ് വരുന്നത് 20,000 രൂപ. ഇപ്പം എൻ്റെ കയ്യിലുള്ള റെഡ്മി നോട്ട് 14 Pro ഉണ്ടല്ലോ, അതെനിക്ക് റീസെല് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ആർക്കും വേണ്ട. എന്തായാലും അത് ഞാൻ നല്ലപോലെ പെട്ടു, നല്ലപോലെ അത് കയ്യിലായി. അതേപോലെ പോക്കോ X7 Pro എന്ന് പറയുന്ന ഫോൺ, അത് അത്യാവശ്യം നല്ല സ്പെക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. Dimensity 8400 എന്ന് പറയുന്ന 8400 Ultra എന്ന് പറയുന്ന പുതിയൊരു പ്രൊസസറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. നല്ല പ്രൈസും കൂടിയാണ് അത് വരുന്നത്. 24,999 രൂപയാണ് അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ ആ ഒരു ഫോൺ എടുക്കുന്നതായിരിക്കും, പോക്കോ X7 Pro എന്ന് പറയുന്ന മോഡൽ എടുക്കുന്നതായിരിക്കും. എന്തായാലും പോക്കോയുടെ സൈഡിൽ നിന്ന് പോക്കോ X7 ആൻഡ് X7 Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അവസാന ന്യൂസ്, ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒപ്പോ റെനോ 13 സീരീസ് ഉണ്ടല്ലോ. റെനോ 13 എന്നല്ല, റെനോ സീരീസിന് ഒരുപാട് ഫാൻ ബേസ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒപ്പോ റെനോ 13 സീരീസുകൾ നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിൽ, അതായത് വരും വീക്കിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളൊക്കെ വെറും പേര് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യമില്ല. എന്തായാലും ഒപ്പോ റെനോ 13 സീരീസുകൾ നെക്സ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. അപ്പോൾ നല്ല ഉഴപ്പുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ. കാരണം ആ ഒരു മടി മുഴുവൻ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. എനിവേ മോട്ടറോള G35 എന്ന് പറയുന്ന ഫോണിൻ്റെ വീഡിയോ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുതിയ ഫോണുകളൊന്നും തന്നെ വാങ്ങിയിട്ടില്ല. കാരണം iQ13 കയ്യിലിരിക്കുന്നുണ്ട്. അതേപോലെ റെഡ്മി നോട്ട് 14 Pro, പിന്നെ മോട്ടറോള G35 ഇതൊക്കെ കയ്യിലിരിക്കുകയാണ്. ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് ഫോൺ കയ്യിലിരിക്കുന്നുണ്ട്. സോ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. സോ അത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഗുഡ് ബൈ.